കാണാൻ നമുക്ക് പാകിസ്ഥാനി തന്തൂരി റൊട്ടി ലൈവായിട്ട് ഉണ്ടാക്കുന്നത് സ്പൈസസ് കാരന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, വെള്ളയപ്പം, കള്ളപ്പം, നൈസ്പത്തിരി, നെയ്പത്തിരി, പൂരി, ദോശ ഇങ്ങനെ കിടക്കുന്ന നമ്മൾ കഴിക്കുന്ന വിഭവങ്ങൾ. എന്നാൽ പാകിസ്ഥാനിൽ കർഷക ആരംഭത്തിന്റെ തുടക്കം മുതലും ഏറ്റവും പഴക്കം ചെന്നതുമായ ഒരു ഭക്ഷ്യവുമായ തന്തൂരി റൊട്ടിയുടെ തനതായ രീതിയിലുള്ള ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് സ്പൈസസ് ഗാർഡൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈദമാവ് അല്ലെങ്കിൽ ആട്ടപ്പൊടിയും വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ചുണ്ടാക്കി തയ്യാറാക്കുന്ന ഒരു വിഭവം തന്നെയാണിത്. ചപ്പാത്തി പോലെ തന്നെ പരത്തി മാവിൽ മുക്കിയെടുത്തിട്ട് അത് അവരുടെ തന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു ചെറിയ ചട്ടുകം പോലൊരു സംഭവം ഉണ്ട്, അതിലേക്ക് പരത്തി വെച്ച് അത് ഇവരുടെ ഒരു പ്രത്യേക മേക്കിംഗ് പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അവർ അത് അങ്ങനെ അടിച്ച് പിടിപ്പിക്കുകയാണ്. അതിൽ നല്ല ചൂടിൽ കിടന്നങ്ങ് വന്നോളും. ഇത് പാകിസ്ഥാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യ വിഭവം തന്നെയാണിത്. ലോകമെമ്പാടും പ്രചാരത്തിലുള്ള ഭക്ഷ്യം തന്നെയാണ് ഇത്. പാകിസ്ഥാനി തന്തൂരി റൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. പല പ്രദേശങ്ങളും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുഴച്ച മാവ് പരത്ത് ചുട്ടെടുക്കുന്ന പരമ്പരാഗത രീതിയാണ് ഇത്. അത് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നുണ്ടോ. അതങ്ങനെ അങ്ങ് ഒട്ടിച്ച് വെച്ച് അവർക്ക് അത് എടുക്കാനായിട്ടൊരു സ്പെഷ്യലായിട്ടുള്ള 2 കമ്പി പോലെ ഒരു സംഭവമുണ്ട്. ഒന്ന് അറ്റം ചട്ടവും പോലെ വന്ന് കൂർത്ത ഒരു മുന പോലെ, അത് കൂർത്തത് വെച്ച് അത് എടുക്കും. മറ്റേത് അവിടുന്ന് അടർത്തി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. നല്ല ചൂടാണ് ഇതിന്. പക്ഷെ ഇത് തീയിലേക്ക് ഇതുണ്ടോ എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം തീയിലൊന്ന് ചെറുതായിട്ട് കാണിച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാണ്. ഒരു 30 സെക്കൻഡ് പോലും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. കറക്റ്റായിട്ട് തീ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. ഇത് വിറകിലാണ് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പം ഗ്യാസ് അവർ വേറെ എന്തോ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇത്ര രീതിയിൽ ഇത് കത്തുന്നത്. ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്നകത്തെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഗ്യാസ് കൊണ്ട് തന്നെയുള്ള ഒരു പരിപാടി തന്നെയാണ് ഇത് ചെയ്താക്കുന്നത്. എന്തായാലും ഒരു വളരെ വ്യത്യസ്തമായുള്ള രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനി തന്തൂരി റൊട്ടി വെറും 30 സെക്കൻഡ് കൊണ്ട് റെഡിയായി നമുക്ക് കഴിക്കാൻ കിട്ടും. ഇത് ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. നമ്മൾ സാധാരണ കറികളുടെ കൂടുതലും നമ്മൾ കടായി ചിക്കൻ്റെ കൂടെയാണ് ഈ റൊട്ടി കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നമ്മുടെ സാധാരണ കറികളുടെ കൂടെയും കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിയുടെ മറ്റൊരു വിഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ തന്തൂരി റൊട്ടി വിഭവം റെഡിയായിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Bye bye.